ക്യാപ്റ്റനായിട്ടുള്ള സെന്റ് ജോർജ് വള്ളം രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോഴത്തേക്ക് മൂന്നാം ട്രാക്കിൽ വള്ളമില്ല. രണ്ട് വള്ളങ്ങളും അങ്ങനെ ഒപ്പത്തിനൊപ്പം തുഴഞ്ഞ് മുന്നോട്ട് വരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കായിക പ്രേമികൾക്ക് ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചുകൊണ്ട് ആ രണ്ട് ജലരാജാക്കന്മാർ എഴുതിവിട്ട വരവേൽപ്പ് വിളിച്ചറിയിച്ചുകൊണ്ട് മിഥുനമാസത്തിലെ മൂലം നാളിൽ ചമ്പക്കുളം ജലോത്സവം ചരിത്ര പ്രസിദ്ധ തുള്ളികൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ തുഴച്ചിക്കാർക്ക് പ്രോത്സാഹനം നടത്തുന്ന ഒരു കാഴ്ച ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കടവുകയാണ്. ഒന്നാം ട്രാക്കിലൂടെ വരുന്ന ചമ്പക്കുളമാണോ മുന്നിൽ പറയുവാൻ കഴിയില്ല. രണ്ടാം ട്രാക്കിലൂടെ കൊണ്ടുവരുന്ന സെന്റ് ജോർജ് ആണോ പറയുവാൻ കഴിയില്ല. രണ്ടു വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് കടന്നു വരികയാണ്. അതെ, ചമ്പക്കുളമാണെന്ന് തോന്നുന്നു. അതെ, ചമ്പക്കുളം ഒന്നാം ട്രാക്കിലൂടെ വരുന്ന ചമ്പക്കുളം വള്ളം ഒരല്പം മുന്നിലാണെന്ന് തോന്നുന്നു. ഇല്ല, വിട്ടുകൊടുക്കുന്നില്ല. സെന്റ് ജോർജ് വിട്ടുകൊടുക്കുന്നില്ല. കുമരകം ബോട്ട്ക്ലബ്ബാണ് തുഴയുന്നത്, വിട്ടുകൊടുക്കില്ല. അതിശക്തമായിട്ടുള്ള മത്സരം. ഈ മത്സരത്തിന്റെ തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണം നൽകുന്നതിന് വേണ്ടി ജോളി എതിരേറ്റിന് മൈക്ക് മാറുകയാണ്. താങ്ക് യു മിസ്റ്റർ ജയപ്രകാശ് കിടങ്ങറ. ആവേശ തിരമാലകളെ വാനോളം ഉയർത്തിക്കൊണ്ട് ജലചക്രവർത്തിമാർ നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടം. ചമ്പക്കുളവും സെന്റ് ജോർജും തമ്മിലുള്ള UBCയും കുമരകവും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം. ചമ്പക്കുളം മുന്നിലേക്ക് കുതിക്കുന്നു. ഇല്ല, സെന്റ് ജോർജ് ഒപ്പമെത്താൻ ശ്രമിക്കുന്നു. ഇതാ ഏതാണ്ട് ഒരു വള്ളപ്പാടിന്റെ വ്യത്യാസത്തിൽ ചമ്പക്കുളം കുതിക്കുകയാണോ? ആർപ്പുവിളി ഉയരുന്നു, ആവേശമുയരുന്നു. ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച ചമ്പക്കുളം ചുണ്ടൻ ഏതാണ്ട് സെന്റ് ജോർജിനെ ഒരു വള്ളപ്പാട്, ഒന്നര വള്ളപ്പാട് അകലെ ആക്കിക്കൊണ്ട് ഇതാ കുതിച്ചു പായുകയാണ്. UBCയുടെ ചമ്പക്കുളം ചുണ്ടൻ ആർപ്പിന്റെയും താളത്തിന്റെയും താളലഹരിയിൽ ഇതാ കുതിച്ചു പായുന്നു. ചമ്പക്കുളം ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ, ചമ്പക്കുളവും സെന്റ് ജോർജും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൽ ഇതാ ഒന്നര വള്ളപ്പാടിന്റെ വ്യത്യാസത്തിൽ ചമ്പക്കുളം ചുണ്ടൻ ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്നു. സെന്റ് ജോർജ് കുമരകം ബോട്ട് ക്ലബിന്റെ KS സലിമോൻ കടമ്പനാടിന്റെ സെന്റ് ജോർജ് രണ്ടാമതെയും കടന്നു പോകുന്ന കാഴ്ച. UBCയുടെ മാത്യു ജോസഫ് മാപ്പിളശ്ശേരി ക്യാപ്റ്റനായിട്ടുള്ള UBCയുടെ ചമ്പക്കുളം ഒന്നാമത് ഫിനിഷിംഗിലൂടെ കടന്നു പോകുമ്പോൾ സെന്റ് ജോർജ് പുറകെ കടന്നു പോകുന്നു. ശേഷം വിവരണത്തിന് ഞാൻ മൈക്ക് ഷാജി ചെയർമാൻ ബിനു കുര്യാക്കോസിലേക്ക് കൈമാറുകയാണ്. താങ്ക് യു മിസ്റ്റർ ജോളി എതിരാറ്റ്. കേരളത്തിലെ ജലമാമാങ്കൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചരിത്രവും ഐതിഹ്യവും പേതറിങ്ങുന്ന മിഥുനമാസത്തിലെ മൂലനാളിൽ ചമ്പക്കുളത്താറ്റിൽ ആരംഭിച്ച ചമ്പക്കുളം മൂലം വെള്ളംകളിയുടെ ഒന്നാമത്തെ ഹീറ്റ്സ് ഇവിടെ സമാപിച്ചു കഴിഞ്ഞു. മാത്യു ജോസഫ് മാപ്പിളശ്ശേരി ക്യാപ്റ്റനായുള്ള UBC കൈനകരിയാണ് ഒന്നാമതായിട്ട് എത്തിയത്. ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ട്രാക്കിൽ ജോർജ് ബൈജു ആശാരിപറമ്പിൽ ക്യാപ്റ്റനായുള്ള ചെമ്പരം ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിൽ ശ്രീഗണേശൻ സ്റ്റാർ ബോട്ട് ക്ലബ്ബ് ഹരിപ്പാട് PC മനോജ് ക്യാപ്റ്റനായുള്ള ശ്രീഗണേശൻ കടന്നു വരുന്നു. രണ്ടു വള്ളങ്ങളും ചരിത്രങ്ങളേറെ പറയുന്ന വള്ളങ്ങളാണ്. ഒന്നാമത്തെ ട്രാക്കിൽ കടന്നു വരുന്ന കാരിച്ചാൽ വണ്ടം 13 തവണ നെഹ്റു ട്രോഫി മുത്തമിട്ട വള്ളമാണ്. 1974, 75, 76, 80, 82, 83, 84, 86, 87 കാലഘട്ടങ്ങളിൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ കാരിച്ചാലിനോടൊപ്പം മത്സരിക്കുന്നത് അതാരാണ്? ശ്രീഗണേശനാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ, കഴിഞ്ഞ തവണത്തെ ചമ്പക്കുളം മൂലം ജലോത്സവം കൈപ്പിടിയിലൊക്കിയ ശ്രീഗണേശൻ
രണ്ടാമതായി കടന്നുപോയിരിക്കുന്നു. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിനായി ശ്രീ ഷാജി ചേരമാന് മൈക്ക് കൈമാറുന്നു. താങ്ക് യു മിസ്റ്റർ ബിനു കുര്യാക്കോസ്. ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ പ്രാഥമിക മത്സരത്തിൽ മൂന്നാം മത്സരമാണ് ആരംഭിക്കുന്നത്. ഇവിടെ പായിപ്പാട് ചുണ്ടൻ മാത്രമാണ് പങ്കെടുക്കുന്നത്. മറ്റ് രണ്ട് വള്ളങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പങ്കെടുക്കുന്നില്ല. ദാവീദ് പുത്ര